ഇന്നലെ വാർത്താമാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ടി വി ചാനലുകളും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പടർന്നു പിടിച്ച ഒരു വാർത്ത, ഒരു കൊനഷ്ട് എന്ന് പറയുന്ന കൂടലിശ്ശേരി നമ്മുടെ KPCC പ്രസിഡൻറ്റും അതുപോലെ വൈദ്യുതി മന്ത്രിയുമായിരിക്കുന്ന സാക്ഷാൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് നിയമിച്ചു എന്നുള്ളതാണ്. ഈ മന്ത്രിയുടെ അഡീഷണൽ PS എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ്. മന്ത്രിമാരെ മിക്കവാറും കറക്കത്തിലായിരിക്കും. അവർ നാട മുറിക്കാനും വിളക്ക് കത്തിക്കാനും തറക്കല്ലിടാനും പിന്നെ വിവിധ യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കാനും ഉദ്ഘാടിക്കാനും ഒക്കെ പോകുമ്പോൾ തിരുവനന്തപുരത്തിരുന്ന് ഭരണചക്രം തിരിക്കുന്നത് മിക്കവാറും ഈ പേഴ്സണൽ സ്റ്റാഫായിരിക്കും. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താക്കോൽ സ്ഥാനം വഹിക്കുന്ന ആളാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അഥവാ അഡീഷണൽ PS. ഈ അഡീഷണൽ PS സർവശക്തനായ ഒരു വ്യക്തിയായിരിക്കും. അദ്ദേഹത്തിന് ചുറ്റുമായിരിക്കും മന്ത്രിയുടെ ഓഫീസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവരാണ് ഈ ഭ്രമണത്തെ നിയന്ത്രിക്കുന്നത്. ഭൂമിയുടെ അച്ചുതണ്ട് എന്ന് പറഞ്ഞ പോലെ മന്ത്രിയുടെ ഓഫീസിൻ്റെ അച്ചുതണ്ട് എന്ന് പറഞ്ഞാൽ അഡീഷണൽ PS ആണ്. അഡീഷണൽ PS ആണ് പ്രധാനപ്പെട്ട തസ്തികകളിലേക്ക് ആളെ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അവർ ആ കടലാസുകളൊക്കെ സ്ട്രീം ലൈൻ ചെയ്ത് അവിടെ നിഗ്രഹ ശക്തിയുള്ള ആളായിരിക്കും. പ്രത്യേകിച്ച് UDF ഭരിക്കുമ്പോൾ, CPM ഭരിക്കുമ്പോഴും അതെ, പാർട്ടിക്ക് വളരെ വിശ്വസരായ ആളുകളാണ് PS ആയിട്ടും അഡീഷണൽ PS ആയിട്ടൊക്കെ വയ്ക്കുക. അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ സണ്ണി ജോസഫിന് ഏറ്റവും വിശ്വാസമുള്ള ഒരാൾ, അദ്ദേഹത്തോട് കൂറ് പുലർത്തുന്ന ഒരാൾ, അദ്ദേഹത്തോട് ചേർന്ന് പോകാൻ പറ്റുന്ന ഒരാളായിരിക്കണം PS അല്ലെങ്കിൽ അഡീഷണൽ PS. അപ്പോൾ പുള്ളി നോക്കിയപ്പോൾ പുള്ളിക്ക് ഏറ്റവും വിശ്വസനായ ഒരാൾ, അദ്ദേഹത്തോട് ഏറ്റവും കൂറ് പുലർത്തുന്ന ഒരാൾ അതാരാണെന്ന് ചോദിച്ചാൽ അത് ഈ ബെന്നി തോമസാണ്. കാരണം സ്വന്തം പെങ്ങളുടെ ഭർത്താവാണെന്ന് മാത്രമല്ല, ദീർഘകാലമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. ഇദ്ദേഹം 2 തവണ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നുണ്ട്. ആത്മാർത്ഥ കോൺഗ്രസ്സുകാരനാണ്. DCCയിലും കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയിലുമൊക്കെ വിവിധ സ്ഥാനമാനങ്ങൾ വഹിച്ചിട്ടുള്ള ആളാണ്. ആത്മാർത്ഥ കോൺഗ്രസ്സുകാരനാണ്. അതിനേക്കാൾ ഉപരി വിശ്വസ്തനാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പണ്ട് കുഞ്ഞാലിക്കുട്ടി ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവായിരുന്ന റൌഫ് എന്തൊക്കെ തരത്തിലുള്ള പദവികൾ അലങ്കരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. റൌഫാണ് സത്യത്തിൽ ഭരണം നിയന്ത്രിച്ചിരുന്നത്. പിന്നെ ഇവർ തമ്മിൽ തെറ്റിക്കഴിഞ്ഞപ്പോൾ റൌഫ് കുഞ്ഞാലിക്കുട്ടിക്കിട്ട് ടാങ്ക് വെച്ചു എന്നുള്ള വേറെ കഥ. എങ്കിൽ പോലും റൌഫ് വഹിച്ചിരുന്ന പങ്ക് വളരെ നിസ്തുലമായിരുന്നു. അതുപോലെയാണ് ഇപ്പോൾ ഇദ്ദേഹം അളിയനെ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ കൊണ്ടുവരാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും സണ്ണി ജോസഫിനുണ്ട്. പിന്നെ അസൂയക്കാർ പലതും പറയാം, ഒന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല. VS അച്യുതാനന്ദൻ്റെ ഇടതുപക്ഷ മന്ത്രിസഭ നിലനിന്ന കാലത്ത് അന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിയായിരുന്ന ശ്രീമതി PK ശ്രീമതി അവരുടെ മകൻ്റെ ഭാര്യയെ സ്വന്തം ഔദ്യോഗിക മന്ദിരത്തിൽ കുക്കായിട്ട് നിയമിച്ചു. ഏതായാലും പാചകം ചെയ്യുന്നത് ഈ പെൺകുട്ടിയാണ്, അതായത് മകൻ്റെ ഭാര്യയാണ്. അവൾ തുടർന്നും കുക്ക് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുക്കായിട്ട് നിയമിച്ചത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണമുണ്ട്. വീട്ടിൽ സാധാരണ അമ്മായിയമ്മ പറഞ്ഞിട്ട് മരുമകൾ കുക്ക് ചെയ്യുമ്പോൾ അതിന് പ്രത്യേകിച്ച് കാശൊന്നും കൊടുക്കേണ്ടതില്ല. ഇവിടെ അങ്ങനെയല്ല. ഖജനാവിൽ നിന്ന് കൊള്ളാവുന്ന സംഖ്യ അവർക്ക് പ്രതിഫലമായിട്ട് കിട്ടും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മരുമകളെ ഗസറ്റഡ് പോസ്റ്റിലേക്ക് പ്രൊമോട്ട് ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതുപോലെ പലതും നടക്കാവുന്നേ ഉള്ളൂ. അത് അന്ന് കോൺഗ്രസ്സുകാർ ഈ ശ്രീമതി ടീച്ചറെ പരിഹസിച്ചു. സ്വന്തം മകൻ്റെ ഭാര്യ അടുക്കളയിൽ കുക്കായിട്ട് നിയമിച്ച കേരള ചരിത്രത്തിൽ ആദ്യത്തെ അമ്മായിയമ്മ എന്നൊക്കെ പറഞ്ഞ് ഇവരെ ട്രോളി. പക്ഷേ ടീച്ചർ അതുകൊണ്ട് കുലുങ്ങിയില്ല. പക്ഷേ പിന്നീട് CPM പോളിറ്റ് ബ്യൂറോ ഇടപെട്ട് മരുമകളെ സർവീസിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ഇവിടെ പക്ഷേ കോൺഗ്രസ്സിൽ അങ്ങനെയുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളൊന്നുമില്ല. ഒരു മന്ത്രി സ്വന്തം അളിയനെ ഇതുപോലൊരു പ്രധാനപ്പെട്ട പോസ്റ്റിൽ വഹിച്ചാൽ കോൺഗ്രസ്സുകാരെ സഹിക്കും. നമ്മുടെ മന്ത്രിയുടെ അളിയനാണല്ലോ, ദേശീയ അളിയൻ എന്ന രീതിയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കും, അതിനെ കൈയടിക്കുകയും ചെയ്യും. കേരള ചരിത്രത്തിൽ മാത്രമല്ല, ലോക ചരിത്രത്തിൽ ഇതുപോലുള്ള സംഭവങ്ങളുണ്ടായിട്ട് അവിടെയൊക്കെ ഇതുപോലെ അസൂയാലുക്കൾ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും വിലപ്പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ ആളൊന്നുമല്ല. സാക്ഷാൽ ജോൺ F കെന്നഡി അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം അറ്റോർണി ജനറലായിട്ട് നിയമിച്ചത് സ്വന്തം അനുജൻ റോബർട്ട് കെന്നഡി ആയിരുന്നു. റോബർട്ട് കെന്നഡി ഒരു പൗരാവകാശ പ്രവർത്തകനും അഭിഭാഷകനുമായിരുന്നു. അദ്ദേഹം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബിരുദം നേടിയിട്ടുള്ളത്. നിയമബിരുദം നേടിയത് വിഖ്യാതമായ വിർജീനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരുന്നു. അങ്ങനെ അദ്ദേഹം അറ്റോർണി ജനറലായിട്ട് വന്നപ്പോൾ ഇതുപോലെ ചില കുബുദ്ധികൾ, ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം അതൊന്നും ഗൗനിച്ചില്ല. എൻ്റെ അനുജനാണ് എന്ന കാരണത്താൽ മാത്രം
റോബർട്ടിനെ അറ്റോർണി ജനറലാക്കി നിയമിക്കാൻ പാടില്ല എന്നൊരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അമേരിക്കൻ ഭരണഘടനയിലുമില്ല, ഒരു സ്ഥലത്തുമില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ നിയമിച്ചു എന്നുള്ളതാണ് ചരിത്രം. കെന്നഡി വെടിയേറ്റ് മരിച്ചതിന് ശേഷവും ആ സർക്കാരിൻ്റെ കാലാവധി തീരുന്നവരെ, അതായത് 1961 തൊട്ട് 64 വരെ റോബർട്ട് കെന്നഡി ആയിരുന്നു അമേരിക്കയിലെ അറ്റോർണി ജനറൽ. അപ്പോൾ റോബർട്ട് കെന്നഡിക്ക് അങ്ങനെ ഒരു സ്ഥാനം വഹിക്കാമെങ്കിൽ ഈ സണ്ണി ജോസഫിൻ്റെ അളിയനായിരിക്കുന്ന ബെന്നി തോമസിനും ആ സ്ഥാനം വഹിക്കാം, യാതൊരു തെറ്റുമില്ല. അപ്പോൾ മഹാന്മാരായ ആളുകൾ തെളിക്കുന്ന വഴി കൂടിയാണ് നമ്മൾ പോകേണ്ടത്. ഏതായാലും ഇങ്ങനെ ഒരു സ്ഥാനലബ്ധി സിദ്ധിച്ച ബെന്നി തോമസിനെ അഭിനന്ദിക്കുന്നു. പിന്നെ സ്വന്തം അളിയൻ്റെ കഴിവ്, കപ്പാസിറ്റിയും തിരിച്ചറിഞ്ഞ് പുള്ളിയെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ നിയമിച്ച മഹാനായ നമ്മുടെ വൈദ്യുതി മന്ത്രി സാക്ഷാൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെയും അഭിനന്ദിക്കുന്നു. ഇതുപോലെയുള്ള ബന്ധു നിയമനം എന്ന് ഞാൻ പറയുന്നില്ല, ഇതുപോലെയുള്ള കഴിവിൻ്റെ പ്രാഗൽഭ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമനം കൊണ്ട് മാത്രമേ സംസ്ഥാനത്തും കോൺഗ്രസും നിലനിന്ന് പോവുകയുള്ളൂ എന്ന കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു. ജയ് ഹിന്ദ്.